സോ ഗൈസ് നമ്മൾ ഗ്രാനി ചാപ്റ്റർ 2ലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു ഗൈസ്. ഗ്രാനി ചാപ്റ്റർ 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. നമ്മൾ ഏതായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഏതായാലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്, പോയി കാണുക. ഇത് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടേ പോകത്തു. നമ്മൾ സാധാരണ വെച്ച് നോക്കിയാൽ നിങ്ങൾ നമ്മൾ ഈസി ആക്കുവാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആണ്. അപ്പം നമ്മളെ ആദ്യത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഓക്കെ നമ്മളെ അതായത് ഗ്രാനി ചാപ്റ്റർ 1 ഓക്കെ നമ്മൾ സിമ്പിളായിട്ട് പുഷ്പം ഗ്രാനി പാർട്ട് 2 ആണെങ്കിൽ നമ്മൾ പുഷ്പം പോലെ ഒരു ഗ്യാസിനും വേണ്ടി ഒരു ഗ്യാസ് കണ്ടുപിടിച്ചാൽ വേണ്ടി കുറേ നേരം കഷ്ടപ്പെട്ടു എന്നല്ലോ, ബാക്കിയൊന്നുമില്ല. ഓക്കെ അങ്ങനെയാണ് 10 മിനിറ്റ് ആയിപ്പോയത്. സോ നമ്മളേതായാലും അതെങ്ങനെയൊക്കെ കംപ്ലീറ്റ് ആക്കി. പക്ഷെ എന്താ വെച്ചാൽ ചെറിയ അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ കാട്ടിലൂടെ ഇങ്ങനെ ഓടിപ്പോവുകയായിരുന്നു. ഇപ്പോൾ ഗ്രാൻഡ് വന്ന് അതായത് ഗ്രാനിയും വന്ന് രണ്ടും കൂടി ഒരുമിച്ച് നമ്മൾ ചുറ്റി നമ്മൾ ഇങ്ങനെ ഈ ഗ്രാൻഡ് പാൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഗ്രാൻഡ് പാൻ്റെ വീട്ടിൽ നിന്ന് നമ്മളെങ്ങനെ രക്ഷപ്പെടണം. അപ്പോൾ നമ്മളേതായാലും ഗ്രാൻഡ് പാൻ്റെ ഈ ഹൗസിൽ നിന്ന് എങ്ങനെയെങ്കിലും നമ്മൾ രക്ഷപ്പെടും. ഇപ്പോൾ ഗ്രാനി ഉണ്ട് ഇവിടെ, അതേമാതിരി ഗ്രാൻഡ് പി ഉണ്ട്. അപ്പം ഗ്രാനീൻ്റെ മറ്റ് വീട് ഏതായാലും പൊളിച്ചിടുന്നൊക്കെ കേട്ട് നമുക്കറിയില്ല കേട്ടോ. നമ്മളേതായാലും ഗ്രാൻഡ് പാൻ്റെ വീട്ടിലോട്ടാണ് വന്നത്. ആ എടി എന്താടാ അത്, ഇവിടെ അവിടെ എന്തോ സാധനം കണ്ട് എന്തോ ആണ് കഴിച്ച്. നമ്മളേതായാലും അതൊന്നും ഇങ്ങനെയൊക്കെ ആവട്ടെ. നമ്മളേതായാലും ഇവിടെ വന്നിട്ട് നമ്മളേതായാലും ഇവിടെ എന്തോ സാധനമാണ്. ഓക്കെ ഐ നീഡ് സ്പാർക്ക്, അതേമാതിരി ഐ നീഡ് ഗ്യാസ് ഓയിലും ഈ 2 സാധനങ്ങളും വേണം. ഓക്കെ ഗ്യാസ് ഓയിൽ എന്തൊക്കെയാണ് ഐ നീഡ് സ്പാർക്ക് പ്ലഗ്. ഓക്കെ നമ്മളേതായാലും ഇതെല്ലാം നമ്മൾ കണ്ടുപിടിക്കണം. സോ അവിടെ എന്താ എന്നിട്ട് ആര് തരാനും. ഓക്കെ ഐ നീഡ് പെഡ്ലോക്ക് കീ. ഓക്കെ എന്തെങ്കിലുമൊക്കെ അവിടെ നമ്മളെ സാധനങ്ങൾ ഏതായാലും കണ്ടുപിടിക്കണം. അതിന് മുമ്പ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം കഴിക്കും. ഓക്കെ എൻ്റെ പൊന്നി ഇതാന്ന് ഇട പോടാ അവലാദികളായി എന്തൂന്നടത് ഒന്ന് മെരിയായിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി കയറി. ഇവിടെ നമ്മളെ മമ്മദ് കുട്ടി ഉണ്ടോ? അതാ മമ്മദ് കുട്ടി ഉണ്ട്. എൻ്റെ പൊന്നാര ബീബ മമ്മദ് കുട്ടി ബാക്കിൽ കൂടിയിട്ടുണ്ട്. വെക്കണേ സോ അതാ വരുന്നത്. ഇവിടെ ഈ ഗ്രാൻഡ് പാ മാത്രം ഗ്രാനി വരുന്നത് നാക്ക് പുറത്ത് കണ്ടില്ലേ കോപ്പ് എന്തോന്നടെ. എന്തിനു വിഷയമല്ല, ഇതൊക്കെ സിമ്പിളാണ് ഗൈസ്, നിസ്സാരം. ഇതൊക്കെ സർവ്വസാധാരണ 2 അടിയൊക്കെ അല്ലേ ഗൈസ്. നമുക്ക് ഇനി എത്ര ഓരോന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനും ബാക്കി കിടക്കുകയാണ്. പക്ഷെ ഇവിടെ കണ്ടില്ലേ എന്തൊക്കെയുണ്ട് ഗൈസ്. ഓക്കെ ഇവിടെ നോക്കാനൊന്നുമില്ല, ഇവിടെ നമ്മൾ അടിച്ചിട്ട സ്ഥലം. ഓക്കെ സോ നമുക്ക് ഇതെല്ലാം നുറൂക്ക് കയറാം. ഇവിടെ ആരും ഇല്ല. ഓക്കെ പേടിക്കാൻ എന്തിരിക്കുന്നത്, ആകെ 2 ആൾക്കാരുണ്ട്. ഒന്ന് ഗ്രാൻഡ് ചിങ്, ഒന്ന് ഗ്രാൻഡ് പാനി. അതവിടെ നമ്മളെ ഗ്രാൻഡ് പ നിൽക്കുന്നുണ്ട് വടിയും കുത്തി. സോ ഏതായാലും നമ്മൾ എടേ ഇതാ വരുന്നത് ഈ പൊണ്ണാക്കത്തി തരാം. അപ്പം ഇങ്ങോട്ട് വരുന്നത് ഈശ് നമുക്ക് ഏതായാലും ഉള്ളോട്ട് കയറാം. എടീ ഓ ഇടേ പോടാ അതെങ്ങനെ മര്യാദക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ അടിച്ചാൽ അതിന് സമ്മതിക്കില്ല. അതേമാതിരി ഗ്രാൻഡ് പാ ഇവര് 2 ആളും ഒന്ന് അപ്പുറത്തുനിന്ന് വരും, അല്ലെങ്കിൽ ഒന്ന് ഇപ്പുറത്തുനിന്ന് വരും. 2 സൈഡിൽ നിന്ന് വരിക. എടി ഇവര് 2 ആളും ഒരുമിച്ചാണ് നടക്കുക. ഇവര് 2 ആൾ കപ്പിൾസാണ് പറഞ്ഞിട്ട് എന്ത് കാര്യം. ഇവര് ഷോക്കിൻ്റെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്കിതൊന്ന് ഏതാ വരുന്നത് നമ്മളെ ഗ്രാൻഡ് പാ വരുന്നുണ്ട് ഗൈസ്. ഓക്കെ നമ്മളെ ഗ്രാനി ഏതായാലും വരുന്നില്ല, അതുകൊണ്ട് ആ ഗ്രാനി വരണ്ടേ നാക്കെടുത്ത് എടേ നാക്കെടുത്ത പോത്തിന് വന്ന് എടേ ഒരു പ്ലേസിക്ക് പോകാൻ പറ്റണില്ലല്ലോ. ഇവര് ഞാനൊരു സ്ഥലത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ ഒരു പ്ലേസ് പോകാൻ നിൽക്കുമ്പോൾ അവിടുന്ന് ഇവര് ഇങ്ങോട്ട് 2 ആൾ വളഞ്ഞു വരും. ഒരുത്തന് അതിലാട്ടും ഒന്നും ഇല്ലാട്ടു. എടീ എനിക്ക് 2 ഭാഗത്തോട്ട് പോകാൻ പറ്റണില്ലാടെ. ഇതിലെത്തിണ്ട് ഇതിലൊരു ഒന്നുമില്ല. ഇപ്പം ഏതൊരു അട്ടത്ത് കയറാം. ഇവിടെ നിന്ന് നേരത്തെ ഒരു അടി അടിച്ച് നോക്കി നമ്മളെ ഗ്രാനി ഇതിലാട്ട് വന്നിട്ട് അടി അടിച്ചല്ല. അപ്പൊ ഇതൊക്കെ എന്തിനാണ് അവിടെ കൂട്ടിട്ട്. ഏതായാലും നൂല ഇവിടെ സ്പാൻഡർ ഉണ്ട്, അതേമാതിരി നമ്മളെ ബീഫുണ്ട്, മീറ്റ് ഉണ്ട്. നമ്മളെ ഗ്രാൻഡ് പാൻ്റെ വൈഫ് വരുന്നുണ്ട് കഴിച്ച് കിട്ടി. ശരി എന്നാ നമ്മളെ ട്രാപ്പ് ആയിട്ടുണ്ട്. എടാ ഇത് എന്തോന്ന് ഗെയിമാടേത്, എന്താടാ അത് ഒറ്റയടിക്ക് ചാവണ്. എടാ ഞാൻ സമ്മതിച്ചു കിട്ടല്ലോ കേട്ടത്. ഞാൻ ഏതായാലും ഒരു കംബാക്ക് ഉണ്ടാവും. മഹാനായ നമ്മളെ ഗ്രാനിയോടും ഗ്രാൻഡ് പാനോടും ഞാനൊരു കാര്യം പറയുകയാണ്. ഞാനൊരു തിരിച്ചുവരവുണ്ട് മോനെ. ആ തിരിച്ചുവരവിൽ നിങ്ങൾ 2 ആളിഞ്ഞോ കൊല്ലാതെ വിട്ട മാറ്റേച്ച. സുഖേഷ് ഞാൻ വെറും വാക്ക് പറയാറില്ല. ഞാൻ എപ്പോഴും ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിൽ ഞാൻ ഉറച്ചിരിക്കും. ഓക്കെ നമ്മളേതായാലും ഇത് കംബാക്ക് എടുത്തിരിക്കും. ഈ ഗ്രാനി അല്ല ഗ്രാൻഡ് പാ ആര് വന്നിട്ടും കാര്യമില്ല, നമ്മളിത് എസ്കേപ്പ് ആയിരിക്കും ഗൈസ്. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഗൈസ് ബൈ. കഴി വെച്ച് നോക്കുമ്പോ ആശാൻ ഈ ലെവലിലൊന്നും അറിയപ്പെടേണ്ട ആളല്ല, കുറച്ചും കൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്. കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലടാ, കുറെയൊക്കെ ഭാഗ്യം കൂടി വേണം.